നോട്ട് എഴുതി എടുക്കാനായിട്ട് വേണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ റെക്കോർഡിങ്സ് തരാം കേട്ടോ. വേണ്ടവർക്ക് ഇനി നോട്ട് കിട്ടിയില്ല എന്നൊരു വിഷമം വേണ്ട, കാര്യം പറഞ്ഞാൽ മതി. ഓക്കെ. ഓക്കെ, അപ്പൊ ഏതാ വരുന്നത്? ഹീലിംഗ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് എവിടാ? എവിടെ ആയിരിക്കും? പ്ലാന്റ്സിൽ എന്തെങ്കിലും ഒരു വൂണ്ട് വന്നാൽ അതിന്റെ തൊട്ട് താഴെ ഇരിക്കുന്ന മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിലായിരിക്കും ആദ്യം പ്ലാന്റ്സിന്റെ ഹീലിംഗ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അത് മെയിൻ ആയിട്ടും ഏതായിരിക്കും? ലാറ്ററൽ മെരിസ്റ്റത്തിലായിരിക്കും ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഏതായിരിക്കും വരുന്നത്? അപ്പം ലാറ്ററൽ മെരിസ്റ്റം ആണ് വരുന്നത്. അവിടുത്തെ സെൽസ് ആക്ടിവേറ്റ് ചെയ്യും, എന്നിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് സെൽസ് വരും. ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള സെൽസ് വരും. അതിനെ കോളസ് എന്നാണ് വിളിക്കുന്നത്. എന്നിട്ട് അവിടെ ഒരു വൂണ്ടിന് ഒരു വൂണ്ട് കോർക്ക് ഫോം ചെയ്യും. എന്നിട്ട് ആ ഇഞ്ചുറിയെ സീൽ ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ ഏതാ വരുന്നത്? ലാറ്ററൽ മെരിസ്റ്റം ആണ് വരുന്നത്. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ അല്ലാത്തത് ഏതാ? സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ അല്ലാത്ത ഏതാ? ഇതിന്റെ ആൻസർ എളുപ്പമാണ്. ഞാനൊരു 2-3 വട്ടം ഇപ്പൊ തന്നെ പറഞ്ഞു. ഏതാണ് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ അല്ലാത്തത്? ഏതാ? ഫ്ലോയം. കോംപ്ലക്സ് വരുന്നതാണ് അല്ലെ, വാസ്കുലർ ടിഷ്യൂസ് വരുന്നത്, സൈലം ഫ്ലോയം വരുന്നത്. ഒരു ലിഗ്നിഫൈഡ് സെൽ വോൾ ഉള്ളത് എന്തിനാണ്? മുമ്പേ നമ്മൾ പറഞ്ഞതാ, ലിഗ്നിഫൈഡ് സെൽ വോൾ ഉള്ളത് എന്തിനാണ്? ആർക്കാണ് ലിഗ്നിഫൈഡ് സെൽ വോൾ ഉള്ളത്? പറഞ്ഞേ. ഏതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് വരുന്നത്? സ്ക്ലിയറൻ കൈമ ആണ് ഇവിടെ വരുന്നത് കേട്ടോ. സ്ക്ലിയറൻ കൈമ സെൽസിന് ഉള്ളതാണ് വരുന്നത്. അതുപോലെ തന്നെ സൈലന്റ് ടിഷ്യൂസിനും ഉണ്ട് കേട്ടോ. സൈലത്തിന്റെ ഇതിനും ഉണ്ട്. ഇതിനകത്ത് വരുന്ന ഏതാ? സ്ക്ലിയറൻ കൈമയാണ് വരുന്നത്. മുമ്പേ പറഞ്ഞായിരുന്നു സൈലത്തിന്റെ കേസ് പറഞ്ഞപ്പോ. ഓക്കെ. ലീവ്സ് ഇന്റർനോഡ്സിലൊക്കെ കാണുന്ന മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഏതാണ്? സ്റ്റെമ്മിന്റെ ബേസിൽ അല്ലെങ്കിൽ ലീവ്സിന്റെ ഇന്റർനോഡ്സിൽ ഒക്കെ കാണുന്ന മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഇതാണ് നമ്മുടെ ലീവ്സ്, സ്റ്റെമ്മ്, ഗ്രാസിന്റെ ഒക്കെ എലോങ്ങേഷൻ ആയിട്ട് അല്ലെങ്കിൽ ലോങ്ങിറ്റ്യൂഡിനൽ ഗ്രോത്തിനായിട്ട് സഹായിക്കുന്ന ടിഷ്യൂ ഏതാ? ഇന്റർ കാലറി മെരിസ്റ്റം ആണ് വരുന്നത്. ഇന്റർ കാലറി മെരിസ്റ്റം ആണ് വരുന്നത്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൽ ഇന്റർ കാലറി മെരിസ്റ്റം ആണ് വരുന്നത്. ഓക്കെ. ഏത് പ്രോസസ്സ് വഴിയാണ് പ്ലാന്റ് ടിഷ്യൂ ഒരു വുഡായിട്ട് മാറുന്നത്? ഏത് പ്രോസസ്സ് വഴിയാ? ആ പറയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഏതാ വരുന്നത്? ഇതിനകത്ത് ഏതാ വരുന്നത്? ഏതാ വരുന്നത്? ഏത് വരും നിങ്ങള്? ലിഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞ എന്നാ വരുന്നത്? ലിഗ്നിഫിക്കേഷൻ എന്നാ വരുന്നത്? ലിഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് കോംപ്ലക്സ് പോളിമേഴ്സ് ഉണ്ട്. ലിഗ്നിൻ പോലെയുള്ള കോംപ്ലക്സ് പോളിമേഴ്സ് ഉണ്ട്. അത് സെൽ വോളിൽ ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് പ്ലാന്റ്സിനെ എന്നാക്കും? റിജിഡും സ്ട്രോങ്ങും ആയിട്ട് മാറ്റും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ലിഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ശരിക്കും ഇത് ഒരു സ്ട്രക്ചറൽ സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സ്ട്രക്ചറൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ പ്ലാന്റ്സിന് ടോളായിട്ട് വളരാനായിട്ട് സഹായിക്കും. പിന്നെ നമ്മുടെ വാട്ടർ ട്രാൻസ്പോർട്ടിനും ന്യൂട്രിയൻ ട്രാൻസ്പോർട്ടിനും ഏത് വഴിയുള്ള വാസ്കുലർ ടിഷ്യൂസിൽ കൂടെയുള്ള ഇതിനൊക്കെ ആയിട്ട് സഹായിക്കും.
പതോജൻസിനെതിരെയുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം കൂടെ ഇത് സഹായിക്കും കേട്ടോ, ആക്ട് ചെയ്യും. ലിഗ്നിഫിക്കേഷൻ സഹായിക്കും. ഏതാ വരുന്നത്? പ്ലാന്റ് ടിഷ്യൂ വുഡി ആകുന്നത്. ആൻസർ ചെയ്യും. വുഡി ആകുന്ന ഏത് പ്രോസസ്സ് വഴിയാ? ലിഗ്നിഫിക്കേഷൻ വഴിയാ കേട്ടോ. ലിഗ്നിന്റെ ഡെപ്പോസിറ്റ് സെൽ ബോളി വരും, എന്നിട്ടാണത് വുഡി ആയിട്ട് മാറുന്നത്. ഏത് പ്രോസസ്സാ? ലിഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് അവിടെ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ഡെഡ് സെൽസ് ഫങ്ഷണൽ സ്റ്റേറ്റിലുള്ള ടിഷ്യൂ ഏതാ? ഡെഡ് സെൽസ് ഫങ്ഷണൽ സ്റ്റേറ്റിലുള്ളത് ടിഷ്യൂ ഏതാണ്? ഏതാ? രണ്ടോ മൂന്നോ വട്ടത്തെ ക്വസ്റ്റ്യനാ വരുന്നത്. ഏതാ വരുന്നത്? ഡെഡ് സെൽസ് ഫങ്ഷണൽ സ്റ്റേറ്റിലുള്ളത് ഏതാ? ക്ലിയർ ആൻഡ് കൈമ വരും. ബോട്ടണിയുടെ ഫാദർ എന്ന് പറയുന്ന ആരാണ്? ബോട്ടണിയുടെ ഫാദർ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ആരാ? ബോട്ടണിയുടെ ഫാദർ ആയിട്ട് വരുന്നത് ആരാണ്? ബയോളജിയെ രണ്ടായിട്ട് തിരിക്കാം. ബോട്ടണി ഉണ്ട്, സുവോളജി ഉണ്ട്. ബോട്ടണിയുടെ ഫാദർ ആര് വരാം? ബയോളജി എന്ന സ്റ്റഡി ഓഫ് ലൈഫ് ആണ് വരുന്നത്. ഈ ടൈം ഫസ്റ്റ് കോയിൻ ചെയ്തത് ലാൻഡ്മാർക്കും ട്രിബറാനസും കൂടെയാണ്. ബോട്ടണി പ്ലാന്റ്സിനെ പറ്റിയുള്ള സ്റ്റഡി, അതിന്റെ പിതാവ് തിയോഫ്രാക്ടസ് വരും. സുവോളജി ആനിമൽസിനെ പറ്റിയുള്ളത് അരിസ്റ്റോട്ടിൽ. ഇദ്ദേഹം തന്നെയാണ് ഫാദർ ഓഫ് ബയോളജി എന്നും അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ ഫംഗി, ആൽഗെ ഇതെല്ലാം തന്നെ ഏത് ഗ്രൂപ്പിനകത്താ വരുന്നത്? പറഞ്ഞു, ഫംഗി, ആൽഗെ എല്ലാം തന്നെ ഇതിന് ഏത് ഗ്രൂപ്പിനകത്താ വരുന്നത്? താലോഫൈറ്റെ, ടെറഡോഫൈറ്റെ, ജിംനോസ്ഫൈറ്റെ, ഏതാണ് വരുന്നത്? ഏത് വേണമെങ്കിലും എടുത്തോ. ഏതാ വരുന്നത്? ജിംനോസ്പേംസിന്റെ പ്രത്യേകത എന്നാ? പറയാവോ? ഓക്കെ, നേക്കഡ് സീഡ്സ്. ആൻജിയോസ്പേംസിന്റെയോ? ആൻജിയോസ്പേംസും ജിംനോസ്പേംസും എടുത്ത് നോക്കുമ്പോൾ അതിന്റെ ആ ഡിഫറൻസ് എന്നാ വരുന്നത്? ആൻജിയോസ്പേംസ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് സീഡ്സ് ആയിരിക്കും. ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് വരുന്നത് ആൻജിയോസ്പേംസ് വരുന്നത്. നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ എങ്ങനെ ആയിരിക്കും വരുന്നത്? ആദ്യം തൊട്ടുള്ളത് എടുത്തു നോക്കുവാണെങ്കിൽ നമുക്ക് പ്ലാൻ കിങ്ഡത്തിനെ എങ്ങനെ തിരിക്കാനായിട്ട് പറ്റും അല്ലേ? എക്ലറിന്റെ ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. കിങ്ഡം പ്ലാന്റ്, സബ് കിങ്ഡം ക്രിപ്റ്റോഗാമെ, ഫാനറോഗാമയായിട്ട് തിരിച്ചിട്ടുണ്ട്. ക്രിപ്റ്റോഗാമയും ഫാനറോഗാമയായിട്ട് തിരിച്ചിട്ടുണ്ട്. ദെൻ എന്നെ പറയുന്നത് സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഫ്ലവറിങ് പ്ലാന്റ്സ് ആയിട്ട് വരുന്നതായിരിക്കും. എങ്ങനെയായിരിക്കും? ഹയർ ഓർഡർ വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും പാനറോഗാമ എന്ന് പറയുന്നത്. സ്പോർട്സ് വഴി, സിമ്പിൾ ഫിഷൻ വഴിയൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും ക്രിപ്റ്റോഗാമ എന്ന് പറയുന്നത്. ക്രിപ്റ്റോഗാമയ്ക്ക് ഫ്ലവർ കാണത്തില്ല, സീഡ് കാണത്തില്ല. മറ്റേത് ഫ്ലവറിങ് ഇതും സീഡ്സും ഒക്കെ ഉള്ളതായിരിക്കും പാനറോഗാമ എന്ന് പറയുന്നത്. ക്രിപ്റ്റോഗാമയെ മൂന്നായിട്ട് തിരിക്കാം: താലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ. താലോഫൈറ്റയ്ക്കകത്താണ് ആൽഗയും ഫംഗിയും വരുന്നത്. ഓക്കെ, താലോഫൈറ്റയ്ക്ക് പ്രത്യേകിച്ച് പ്ലാന്റ് ബോഡി എങ്ങനെ ആയിരിക്കും? റൂട്ട്, സ്റ്റെം, ലീവ്സ് ഒന്നും തന്നെ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഇല്ലായിരിക്കും. ബ്രയോഫൈറ്റ എന്ന് പറയുമ്പോൾ എങ്ങനെ ആയിരിക്കും? ഒന്നും കൂടെ ഹയർ ഇതാ വരുന്നത്. അപ്പൊ അത് ഇതിനകത്ത് എക്സാമ്പിൾ വരുന്ന ഫണേറിയ, മോസസ് ഒക്കെയാണ് വരുന്നത്. ടെറിഡോഫൈറ്റ്സിന് എക്സാമ്പിൾ വരുന്ന ടെറിസ് ആണ് വരുന്നത് കേട്ടോ. ടെറിസ് വരും, കുറച്ചും കൂടെ ഡെവലപ്പ് ആവും.
കുറച്ചും കൂടെ ഡെവലപ്പ് ആവും. ടെറിഡോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഷേഡി പ്ലേസസിൽ ഒക്കെ കാണുന്ന പ്ലാന്റ്സ് ആണ് വരുന്നത്. അതിന്റെ അവിടെ വരുമ്പോഴത്തേന് എന്നെ എടുക്കും റൂട്ട്, സ്റ്റെമ്മ്, ലീവ്സ് എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇനി ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? സ്പോർട്സ് വഴിയായിരിക്കും റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജിംനോസ്പേംസ് വരും. അത് ഏതിനകത്താണ് വരുന്നത്? ഫാനറോഗാമയ്ക്കകത്ത് വരുന്നതാണ് ജിംനോസ്പേംസ് വരുന്നത് കേട്ടോ. ജിംനോസ്പേംസ് വരുന്നത്, ജിംനോസ്പേംസ് എന്ന് പറഞ്ഞാൽ സൈക്കസ് ഒക്കെ ഉണ്ടല്ലോ, സൈക്കസ് പോലെയുള്ളതാണ് വരുന്നത്. ആൻജിയോസ്പേംസിനകത്ത് നമ്മുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എല്ലാം വരും. ജിംനോസ്പേംസ് വരുമ്പോഴത്തേന് അതിന് നേക്കഡ് സീഡ് ആയിരിക്കും വരുന്നത്. സീഡ് എക്സ്പോസ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. പിന്നെ പ്ലാന്റ്സ് എങ്ങനെ ആയിരിക്കും? റൂട്ട് ഫോർമേഷൻ കാണത്തില്ല, വാസ്കുലർ ടിഷ്യൂവിന് വെസൽസ് കാണത്തില്ല കേട്ടോ. വെൽ ഡെവലപ്ഡ് വാസ്കുലർ ടിഷ്യൂ ആയിരിക്കും, പക്ഷേ വെസൽസ് ഒന്നും കാണത്തില്ല. ദെൻ ആൻജിയോസ്പേംസ് ക്ലോസ്ഡ് സീഡ്സ് ആയിരിക്കും. നമ്മുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആയിരിക്കും. റൂട്ട്, ലീവ്സ്, ഫ്രൂട്ട്, ഫ്ലവേഴ്സ് എല്ലാം തന്നെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ളതായിരിക്കും വരുന്നത്. ഇതിന്റെ സീഡ്സിന് കോട്ട് കാണും. ഇവിടെ മോണോകോട്ടിൽഡോണും ഡൈകോട്ടിൽഡോണെന്നും തിരിക്കും. മോണോകോട്ടിൽഡോണിന് എക്സാമ്പിൾ വരുന്നതാണ് വീറ്റ്, കോണ്, റൈസ് ഇതെല്ലാം വരുന്നത്. ഡൈകോട്ടിൽഡോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പീ, ബീൻസ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വരുന്നത്. ഓക്കെ, അപ്പം മോണോകോട്ടിൽഡോൺ എന്നായിരിക്കും? ലീഫ് പാരലൽ ആയിട്ടുള്ള വീനേഷൻ ആയിരിക്കും കാണിക്കുന്നത്. അതായത് ഇങ്ങനൊരു ഇത് നോക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഗ്രാസിന്റെ ഒക്കെ ലീഫ് കണ്ടിട്ടില്ലേ? ഇങ്ങനെ ഒരു വീനേഷൻ ആയിരിക്കും വരുന്നത്. പാരലൽ വീനേഷൻ ആയിരിക്കും വരുന്നത്. ദെൻ മറ്റേതിനെയാണെങ്കിലോ ഇങ്ങനെ ആയിരിക്കും, റെട്ടിക്കുലേറ്റ്. ഇതിങ്ങനെ കാണും. ഇവിടെ ഇങ്ങനെയുള്ളൊരു റെട്ടിക്കുലേറ്റ്, ഇങ്ങനെ ഒരു വീനേഷൻ ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, നെറ്റ് ലൈക്ക് വെയിൻസ് ആയിരിക്കും വരുന്നത്. ഡൈകോട്ടിൽഡോണിന് 2 കോട്ടിൽഡോൺ കാണും. ടാപ്പ് റൂട്ട് ആയിരിക്കും മെയിൻ ആയിട്ടും വരുന്നത്. ടാപ്പ് റൂട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്? ടാപ്പ് റൂട്ടും ഫൈബ്രസ് റൂട്ടും ഉണ്ട്. എങ്ങനെയാണ് വരുന്നത്? ടാപ്പ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്നാ വരുന്നത്? ഇങ്ങനെ ഒരു ഇതായിരിക്കും ടാപ്പ് റൂട്ട് വരുന്നത്. ഇങ്ങനെ ഒരു ഇത് കാണും. അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഇത് വരും. ഓക്കെ, ഇനി ലാർജസ്റ്റ് പ്ലാന്റ് ഗ്രൂപ്പ് വാസ്കുലർ ടിഷ്യൂ ഉള്ളത് ഏതാ? വാസ്കുലർ ടിഷ്യൂ തന്നിരിക്കുന്നതിൽ വാസ്കുലർ ടിഷ്യൂ വരുന്നത് ഏതിനാ? വാസ്കുലർ ടിഷ്യൂ വരുന്നത് ഏതിനാ വരുന്നത്? ഏത് പ്ലാന്റ് ഗ്രൂപ്പിനാണ് വാസ്കുലർ ടിഷ്യൂ വരുന്നത്? ഏതാ? ടെറിഡോഫൈറ്റ്സിനായിരിക്കും കേട്ടോ. ടെറിഡോഫൈറ്റ്സ് തൊട്ടിട്ടാണ് അങ്ങോട്ട് വരാനായിട്ട് തുടങ്ങുന്നത്. ദെൻ സ്പാഗ്നം ബിലോങ്സ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ് ഗ്രൂപ്പ്സ് ഓഫ് പ്ലാന്റ് കിങ്ഡം? ഏത് പ്ലാന്റ് കിങ്ഡത്തിലാണ് ബിലോങ് ചെയ്യുന്നത്? സ്പാഗ്നം മോസാ വരുന്നത്. മോസ് വരുന്നത് ഏതാ വരുന്നത്? മോസസ് വരുന്നത് ഏതിനകത്താ വരുന്നത്? ഒരു മോസാ വരുന്നത് ബ്രയോഫൈറ്റ്സിനകത്തായിരിക്കും ബിലോങ് ചെയ്യുന്നത്. നോൺ ഫ്ലവറിംഗ് ആൻഡ് നോട്ട് സീഡ് ബിയറിംഗ് പ്ലാന്റ്സ് ഏതാ വരുന്നത്? നോൺ ഫ്ലവറിംഗ് ആൻഡ് നോൺ ഫ്ലവറിംഗ് ആൻഡ് നോൺ സീഡ് ബിയറിംഗ് പ്ലാന്റ്സ് വരുന്ന ക്രിപ്റ്റോഗാമസി വരുന്ന 3 താലോഫൈറ്റ്, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ് വരുന്ന ക്രിപ്റ്റോഗാമസിലായിരിക്കും വരുന്നത്. ഫ്ലവറിംഗ് ആൻഡ് സീഡ് ബിയറിംഗ് പ്ലാന്റ്സിനെ നമ്മൾ എന്നാ വിളിക്കുന്നത്? എന്ത് വിളിക്കും? ഫാനറോഗാമസ് എന്ന് പറയും. ഫാനറോഗമ എന്ന് പറയും. ഓക്കെ, ഇവിടം വരെയുള്ള അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തോ സ്ക്രീൻഷോട്ട്? സ്പീഡ് കുറച്ചില്ലായിരുന്നോ? സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ടോ? സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻഷോട്ട് എടുത്തോ? സ്ക്രീൻഷോട്ട് എടുക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഇടയ്ക്ക് എടുക്കുക കേട്ടോ, നിർത്തിയിട്ട്. ദെൻ
ജസ്റ്റ് ഒരു വൈവേ ഉണ്ട്, എന്ന് ഞാൻ നടത്താറുള്ളതാ. ജസ്റ്റ് ഒരു വൈവേ ഉണ്ട്, വേറെ ഒന്നുമില്ല. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളേ ഉള്ളൂ. ബാക്കി നാളെ കണ്ടിന്യൂ ചെയ്യാം. നാളെ ടൈം ഞാൻ പറയാം, ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്തേക്കാവേ. ഓക്കെ. അപ്പം ബോട്ടണിയെ പറ്റി അല്ല, പ്ലാന്റ്സിനെ പറ്റിയുള്ള സ്റ്റഡി എന്താ പറയുന്നത്? പ്ലാന്റ്സിനെ പറ്റിയുള്ള സ്റ്റഡിക്ക് എന്നാ പറയുന്നത്? ആൻസർ ചെയ്തേ. പ്ലാന്റ്സിനെ പറ്റിയുള്ള സ്റ്റഡിക്ക് എന്നാ പറയുന്നത്? ഓക്കെ, ബോട്ടണി. ബോട്ടണിയുടെ ഫാദർ എന്ന് പറയുന്ന ആരെയാ പറയുന്നത്? ഫാദർ ഓഫ് ബോട്ടണി. ഓക്കെ, തിയോഫ്രാറ്റസ് വരും അല്ലേ. ഫാദർ ഓഫ് ബയോളജി ആരാ വരുന്നത്? അരിസ്റ്റോട്ടിൽ വരും. പ്ലാൻ കിങ്ഡത്തെ ക്ലാസിഫൈ ചെയ്തത് ആരാ? പ്ലാൻ കിങ്ഡത്തിന് ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തത് ആരാണ്? അറിയോ? ഇപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു. ആരാ പ്ലാൻ കിങ്ഡത്തിന് ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തത്? 1883 വന്നത്. എക്ലർ ആണ് വരുന്നത് കേട്ടോ. EICHLER. പ്ലാന്റ് കിങ്ഡത്തിലെ ലാർജസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണ്? പ്ലാന്റ് കിങ്ഡത്തിലെ ലാർജസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണ്? പ്ലാന്റ് കിങ്ഡത്തിലെ ലാർജസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാ? ഏതാ? ആൻസർ ചെയ്തേ. ആ, പ്ലാന്റ് കിങ്ഡത്തിലെ ലാർജസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതിനെയാ? ടർമറിക്കിന് യെല്ലോ കളർ കൊടുക്കുന്ന ഏതാ? ടർമറിക്കിന് യെല്ലോ കളർ കൊടുക്കുന്ന ഏതാ? ലാർജസ്റ്റ് ഗ്രൂപ്പ് ആൻജിയോസ്പേംസ് വരും. ടർമറിക്കിന് യെല്ലോ കളർ കൊടുക്കുന്ന കുർക്കുമിൻ. ഓറഞ്ച് കളർ കൊടുക്കുന്നത് ഏതാ? കരോട്ടിൻ. പവർ ഹൗസ് ഓഫ് സെൽ എന്നറിയപ്പെടുന്ന ഏതിനെയാ? പവർ ഹൗസ് ഓഫ് സെൽ എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? മൈറ്റോകോൺട്രിയ. സെല്ലുലർ റെസ്പിറേഷന് സഹായിക്കുന്നത് ഏതാ? സെല്ലുലർ റെസ്പിറേഷന്റെ സൈറ്റ് എന്നറിയപ്പെടുന്ന ഏതിനെയാ? സെല്ലുലർ റെസ്പിറേഷന്റെ സൈറ്റ് എന്നറിയപ്പെടുന്ന ഏതിനെയാ? മൈറ്റോകോൺട്രിയ തന്നെയാണേ. ദെൻ എത്ര ടൈപ്പ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഉണ്ട്? എത്ര ടൈപ്പ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഉണ്ട്? സൂയിസൈഡൽ ബാഗ് എന്നറിയപ്പെടുന്നത് ഏതാ? സൂയിസൈഡൽ ബാഗ് ഓഫ് സെൽ എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? പ്രോട്ടീൻ സിന്തസൈസിന്റെ അല്ലെങ്കിൽ ഫാക്ടറി ഓഫ് പ്രോട്ടീൻ സിന്തസൈസ് എന്നറിയപ്പെടുന്ന ഏത് സെൽ സ്ട്രക്ചറിനെയാ? ഫാക്ടറി ഓഫ് പ്രോട്ടീൻ സിന്തസൈസ് എന്നറിയപ്പെടുന്ന ഏത് സെൽ സ്ട്രക്ചറിനെയാ? സൈറ്റോളജി എന്തിനെ പറ്റിയുള്ള സ്റ്റഡിയാ? സൈറ്റോളജി എന്തിനെ പറ്റിയുള്ള സ്റ്റഡിയാ? ഹിസ്റ്റോളജി എന്തിനെ പറ്റിയുള്ള സ്റ്റഡിയാ? പ്ലാന്റ്സിന്റെ സെല്ലുലോസ് സെൽ വോൾ മേഡ് ചെയ്തിരിക്കുന്ന എന്ത് വെച്ചിട്ടാ? പ്ലാന്റ്സിന്റെ സെൽ വോൾ മേഡ് ചെയ്തിരിക്കുന്ന എന്ത് വെച്ചിട്ടാ? ഓക്കെ. ഔട്ടർ കവറിംഗ് ഓഫ് ആനിമൽ സെൽ ഏതാ വരുന്നത്? ഔട്ടർ കവറിംഗ് ഓഫ് ആനിമൽ സെൽ ഏതാ വരുന്നത്? സെല്ലുലോസ് വെച്ചിട്ടാണ് പ്ലാന്റ്സിന്റെ സെൽ വോൾ മേഡ് ചെയ്തിരിക്കുന്നത്. സെല്ലുലോസ് വെച്ചിട്ട്. ഔട്ടർ കവറിംഗ് ഓഫ് പ്ലാന്റ് സെല്ല് പ്ലാസ്മ മെംബ്രെയിൻ വരും. ഹ്യൂമൻ ബോഡിയിലെ സ്മോളസ്റ്റ് സെൽ ഏതാ വരുന്നത്? ഹ്യൂമൻ ബോഡിയിലെ സ്മോളസ്റ്റ് സെൽ എവിടാ വരുന്നത്? ഏതാ വരുന്നത്? ഏതിന്റെയാ? ഓക്കെ. ലോങ്ങസ്റ്റ് സെൽ ഏതാ വരുന്നത്? ലോങ്ങസ്റ്റ് സെൽ ഏതാ വരുന്നത്? സെൽ എന്ന് പറയുന്ന ആ ടേം കോയിൻ ചെയ്തത് ആരാ? സെല്ല് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് ആരാണ്?
ബയോളജി എന്ന് പറയുന്ന ടേം ഇതാക്കിയതാരാ? റോബർട്ട് ഹുക്ക് ആണ് കേട്ടോ. സെൽ എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് റോബർട്ട് ഹുക്ക് ആണ്. ലാമാർക്കും ട്രിവറാനസും കൂടാണ് ബയോളജി എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇന്ന് ഇത് മതിയേ. ബാക്കി നമുക്ക് അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യാം. ബയോളജി തന്നെയായിരിക്കും. റെക്കോർഡ് സെഷൻ തീർക്കാനുള്ളവർ തീർത്തിട്ട് കയറുക. ഓക്കെ, തീർത്തിട്ട് കയറണമെന്ന് പറഞ്ഞായിരുന്നു. കുറെ ടൈമും തന്നതാ. അപ്പൊ ഇന്നത്തെ സെഷൻ ഇവിടെ നിർത്താം. ലീവ് ചെയ്തോളൂ. താങ്ക് യു.